ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കെട്ടുത്സവത്തിൽ പങ്കെടുത്ത മികച്ച കെട്ടുകാളകൾക്ക് ഐക്യരവള്ളിൽ ഗ്രൂപ്പ് 2 കുടുംബം ഏർപ്പെടുത്തിയ ഋഷഭവീര പുരസ്കാരങ്ങളുടെ സമർപ്പണം നടന്നു. ചടങ്ങ് CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണമഹോത്സവത്തോട് അനുബന്ധിച്ച് അണിയിച്ചൊരുക്കുന്ന ഋഷഭവീരന്മാരിൽ ഏറ്റവും മികച്ചതിനെ കണ്ടെത്തി നൽകുന്ന പുരസ്കാരമായ ഐക്യരവള്ളിൽ ഋഷഭവീര പുരസ്കാരത്തിന്റെ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയുടെ പാരമ്പര്യ അവകാശി സ്ഥാനി കുടുംബമായ ഐക്യരവള്ളിൽ ഗ്രൂപ്പ് 2 ആണ് ഋഷഭവീര പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിപ്പവും ഉയരവും മാത്രം മാനദണ്ഡമാക്കിയല്ല പുരസ്കാര നിർണയം നടത്തുക. ശില്പഭംഗി, ചമയം, പരിസ്ഥിതി സൗഹൃദം തുടങ്ങിയവയാണ് വിധി നിർണയത്തിൽ മുഖ്യ അളവുകോലുകളായി സ്വീകരിക്കുന്നത്. കൃഷ്ണപുരം മാമ്പ്രക്കന്നയിൽ നിന്നും അണിയിച്ചൊരുക്കുന്ന ഓണാട്ട് കതിരവനാണ് ഏറ്റവും മികച്ച നന്ദികേശനുള്ള ഋഷഭവീര പുരസ്കാരം ഈ വർഷം കരസ്ഥമാക്കിയത്. പുരസ്കാര ചടങ്ങിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ മറ്റെല്ലാം മറന്ന് അവരുടെ എല്ലാ ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദിവസങ്ങളോളം അവരുടെ ത്യാഗം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് ഇതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് ഇവിടെ അലങ്കരിച്ചു കൊണ്ടുവരുന്ന ഭക്തിനിർഭരമായ ചടങ്ങുകളിലൂടെ ഇവിടെ ആനയിക്കപ്പെടുന്ന ചെറിയ കാളം മുതൽ വലിയ ഓച്ചിറക്കാള വരെ. അതിന് ഈ ഓച്ചിറയുടെ ആചാരവുമായി ബന്ധപ്പെട്ട ഏറെ പാരമ്പര്യമുള്ള ഐക്യരവള്ളിൽ കുടുംബം ഈ പ്രാവശ്യം മുതൽ ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായി എല്ലാവരും കൊണ്ട് നല്ലതാണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു കാളയ്ക്ക് 1ാം സ്ഥാനം നൽകുന്ന ഐക്യരവള്ളിൽ ഋഷഭവീര പുരസ്കാരം ഇത്തവണ മുതൽ നടക്കുകയാണ്. അപ്പോൾ അതിന് അവാർഡിന് അർഹരായ മുഴുവൻ പേരെയും 1, 2, 3 സ്ഥാനങ്ങൾ അർഹരായവരെല്ലാം ഇവിടെ പറയും. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷനായി. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര നടിയും ദക്ഷിണേന്ത്യയിലെ പ്രശസ്തയായ നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി പുരസ്കാര വിതരണം നിർവഹിച്ചു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. നിരവധി പേരും പൊതുപ്രവർത്തകരും സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. CD Net News, ഓച്ചിറ.